Hello friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ്ഇൻ മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ മറ്റുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളിലൊക്കെ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ വർക്ക് ലഭിച്ചിട്ടുണ്ട്, ചില ആളുകൾക്കൊന്നും വർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഫേസ്ബുക്കിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അധികം നാളൊന്നും യൂസ് ചെയ്യാതിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. പക്ഷേ റീസെന്റ് ആയിട്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ അതിൽ നിന്ന് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വർക്കൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോക്ക് മറ്റൊരു പാർട്ട് കൂടി ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആണെങ്കിലും, ഏതൊരു സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും, ഏതൊരു ഫ്രീലാൻസേഴ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം അത്ര പവർഫുൾ ആണ് ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രൊഫഷണൽസ് ആണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ 80% ആളുകൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ഫോട്ടോ ഷെയറിംഗ്, പോസ്റ്റ് ഷെയറിംഗ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അതിലൊരു ഏകദേശം 20-30% ആയിരിക്കും മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. പക്ഷേ പുറം രാജ്യങ്ങളിൽ അതിൽ 70% മേലെ മാർക്കറ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മാക്സിമം അതിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഓണർ, സിഇഒ, GM, അതുപോലെ തന്നെ പല പല സെക്ഷനിലുള്ള മാനേജേഴ്സ്, പോസ്റ്റുള്ള ആളുകൾ മുതലായ ആളുകളൊക്കെയാണ് കൂടുതൽ പ്രൊഫഷണൽസ് ആണ് അതിലുള്ളത്. അപ്പൊ അതിൽ നല്ല രീതിയിൽ ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വർക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ബിസിനസ്സും അത് മുഖേന പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, പ്രൊഫഷണലി ആയിട്ടുള്ള ആളുകൾ മാത്രമുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ തരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് അത് ഞാൻ തരുന്നത്. എന്നാൽ ഈ വീഡിയോയിലൂടെ പ്രൊഫൈൽ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ബാനർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇമേജ് എങ്ങനെ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാം മുതലായ കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ 2 ഗ്രൂപ്പ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈവർ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ജനറലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഗിഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്തായിക്കോട്ടെ അത് അതിൽ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റെഫറൻസ് കൂടുതലുള്ള ആഡുകളൊന്നും നിങ്ങൾ അതിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളൊന്നും അതിൽ ചെയ്യാതിരിക്കുക, ബാൻ ആവും നിങ്ങൾ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സർവീസും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ ഗ്രൂപ്പുകളിൽ എങ്ങനെ നമുക്ക് പല പല ഗ്രൂപ്പുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതിലെങ്ങനെ ജോയിൻ ചെയ്യാം മുതലായ കാര്യങ്ങൾ നെക്സ്റ്റ് ഇതിന്റെ വീഡിയോ പാർട്ട് 2-ൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അതിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും. അതിന്റെ കംപ്ലീറ്റ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റുകൾ എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ബ്ലോഗ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ബ്ലോഗിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പുകളുടെ അഡ്രസ്സ് ഉണ്ടാവും, അതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. മാക്സിമം നിങ്ങൾ ആളുകളെ കണക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകൾ കണക്ട് ആകുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈലിന് പോപ്പുലാരിറ്റി കൂടും, നിങ്ങളുടെ ഗിഗിന് പോപ്പുലാരിറ്റി കൂടും, അതിലൂടെ ട്രാഫിക് ഡ്രൈവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ബാനർ അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ്റെ ഒരു കവർ പേജ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ കവർ പേജ് ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ തന്നെ. നല്ല പ്രൊഫഷണലി ലുക്കുള്ള ഒരു കവർ പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അത് എബൌട്ട് പേജിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ ഇമെയിൽ ID എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യുക. അതെല്ലാം ഞാൻ കാണിച്ചു തരാം 1 by 1 ആയിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഇപ്പോൾ പ്രൊഫൈൽ വ്യൂ ചെയ്ത 31 ആളുകളുടെ ഈ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം അതിന് പെയ്ഡ് മെമ്പർഷിപ്പാണ്. പക്ഷേ അത്യാവശ്യം വ്യൂ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ. ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, പിന്നീട് വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊടുക്കുക. അതായത് വർക്ക് എക്സ്പീരിയൻസ്, ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് കൊടുക്കുക. പിന്നീട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അറിയാവുന്ന ലാംഗ്വേജസ് കൊടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ വരും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അതിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അവരുടെ പുതിയ പുതിയ പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഇവിടെ ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അധികം നാളൊന്നും ആയിട്ടില്ല ഞാൻ ഇതിൽ ഇപ്പോൾ ജോയിൻ ചെയ്തത്. നേരത്തെ ജോയിൻ ചെയ്തിരുന്നു, പക്ഷേ അത്യാവശ്യം പോസ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ചെയ്യുന്ന ഓരോ പോസ്റ്റിനും കിട്ടുന്ന റിയാക്ഷൻസ്. ഇതൊന്നും എൻ്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല, മറിച്ച് മറ്റുള്ള വലിയ വലിയ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ CEO മറ്റു ആളുകളൊക്കെയാണ്. ഞാനിപ്പോൾ ഇതൊരു പോസ്റ്റ് എനിക്ക് വാട്സപ്പിൽ വന്നൊരു പോസ്റ്റ് ജസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ റിയാക്ഷൻസും മറ്റു കമൻസും. ഇതെല്ലാം ഓരോ കമ്പനികളുടെ ഡയറക്ടേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഡയറക്ടർ അറ്റ് സോയ്ക്കി ഗ്രൂപ്പ്, അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സും മാനേജേഴ്സ് മറ്റുള്ള ആളുകളൊക്കെയാണ് ഈ പോസ്റ്റ് വായിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ നല്ല നല്ല പോസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ നല്ല പോർട്ട്ഫോളിയോ ഉള്ള ആളുകൾ നമ്മളുടെ കണക്ഷൻസ് ആയിട്ട് ജോയിൻ ചെയ്യും. കണക്ഷൻസ് മീൻസ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ പുതിയ പുതിയ കണക്ഷൻസ് നമുക്ക് വരും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലിങ്ക്ഡിനിൽ നിങ്ങൾ സാധാരണ ഫ്രണ്ട്സിനെ ഒന്നും ആഡ് ചെയ്യാതിരിക്കുക. കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ മാത്രം ആഡ് ചെയ്യാൻ. കാരണം നമ്മളിത് സാധാ പോസ്റ്റ് ഷെയറിങ്ങിനൊന്നും വേണ്ടിയിട്ട് അല്ല ചെയ്യുന്നത്, മറിച്ച് ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രം ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ ലിങ്ക്ഡിൻ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ കണക്ട് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഈ ഒരു പേജ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ നൗ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഒരു ഇമെയിൽ അഡ്രസ് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ്, ദെൻ എഗ്രി ആൻഡ് ജോയിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ ദെൻ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ ദെൻ ഒരു ക്യാപ്ച പോലെ ഒരു വെരിഫിക്കേഷൻ ഉള്ള പ്രോസസ്സ് വരും. അതിൽ വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്, ഒരു ക്യാപ്ച പോലെയാണിത്. അതിനുശേഷം മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആയി പോകും. ഓക്കെ ദെൻ കൺട്രി സെലക്ട് ചെയ്യുക, സിറ്റി ഓർ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ഓക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും താഴെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രീലാൻസിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ ഫ്രീലാൻസ്. ദെൻ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. ഇത് നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ചേഞ്ച് ആയി വരും. ഫുൾ ടൈം കൊടുക്കുക. ഇപ്പോൾ മറ്റേതെങ്കിലും കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേര് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഇൻഡസ്ട്രി വരും, ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഡസ്ട്രി ഞാനിപ്പോൾ ആനിമേഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. ഇത് നമ്മൾ ഇപ്പോൾ ഫ്രീലാൻസിങ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ വേണം കൊടുക്കാൻ. ഇപ്പോൾ മറ്റുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ ബിസിനസ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ സർവീസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതനുസരിച്ചുള്ള ഒരുപാട് കണക്ഷൻസ് ഇവർ ഡിസ്പ്ലേ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ദെൻ എഗ്രി ആൻഡ് കൺഫേം. ഓക്കെ ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഇത് ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് നൗ കൊടുക്കുക. ഓക്കെ ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ID-യിൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ലിങ്ക്ഡിനിൽ ഉണ്ടെങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അവിടെ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ ഇപ്പോൾ കോൺടാക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്റ്റെപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. ഓക്കെ ഞാനിപ്പോൾ മൊബൈൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ മൊബൈലിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ വീണ്ടും അലോ കൊടുക്കുക. ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് വരും. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ തിരിച്ച് നിങ്ങളെയും കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. കൺട്രി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ഇതിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നീട് നമുക്കിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള വലിയ വലിയ ആളുകളുടെ അക്കൗണ്ടെല്ലാം നമുക്ക് ഇതുപോലെ ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ അവർ ചെയ്യുന്ന പോസ്റ്റുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് മുഖേന ഒരുപാട് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കണക്ഷൻസൊക്കെ നമുക്ക് ലഭിക്കും. ഓക്കെ നമുക്കിപ്പോൾ തൽക്കാലം ഇത്ര ആളുകളെ ഫോളോ ചെയ്യാം. ദെൻ ഫിനിഷ് കൊടുക്കുക. ഓക്കെ നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് പിന്നെ കൊടുത്താൽ മതി. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ ഇന്ന് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ലിങ്ക് വരും. ഇതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ മെയിൻലി നിങ്ങൾ
ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കവർ ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുക. ഇതെങ്ങനെ ചെയ്യുമെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ canva.com ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ലിങ്ക്ഡിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലിങ്ക്ഡിൻ ബാനർ എന്ന് കാണാൻ സാധിക്കും, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കമ്പനി നെയിമോ നിങ്ങളുടെ പേരോ ഇതിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് തന്നെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഇതുപോലെ എടുക്കുക. ഇപ്പോൾ സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കാം. ഓക്കെ, ഇതിൽ ഓരോ ഓപ്ഷൻസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇമേജ് ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഇമേജ് ഇതിൽ ഓൾറെഡി ഉള്ള ഒരുപാട് ഇമേജസ് ഉണ്ട്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാൻവ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ മൊബൈലിലും ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മൊബൈൽ ത്രൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, റീസൈസ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത മറ്റൊരു ഇമേജ് ഉണ്ട്, സാധാരണ ഞാൻ ചെയ്യാറുള്ള ഇമേജ്. ഇത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. സൈസ് കുറക്കാനും കൂട്ടാനുള്ള ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് ഇതുപോലെ ആഡ് ചെയ്യാം. താഴെ അതുപോലെ ടെക്സ്റ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കോപ്പി പേസ്റ്റ് ജോബ് പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ പീസ് ബൈ പീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കിപ്പോൾ ഇവിടെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇതിൻ്റെ പുറകിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും നമുക്ക് ഇതിൽ മുഖേന ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഇമേജ് ഇതിൽ നിന്ന് എടുക്കുക. ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ സൈസ് എല്ലാം നിങ്ങൾ അതിനനുസരിച്ച് റെഡ്യൂസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. PNG എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന്. ഓക്കെ, താഴെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അവിടെ അപ്ലോഡ് ചെയ്യാം. ഇമേജ് പ്രസ് ചെയ്യുക, അപ്ലോഡ് ഫോട്ടോ എടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട, കറക്റ്റ് സൈസാണിത്. ദെൻ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലിങ്ക്ഡിൻ്റെ ബാനർ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുക. ഒരു പ്രൊഫഷണൽ ലുക്കിന് വേണ്ടിയിട്ടാണത്. ഇനിയാണ് നമ്മൾ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ തന്നെ നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങളെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു പെൻസിൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഫ്രണ്ട് പേജിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ് എന്താണെന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ്, ഇപ്പോൾ ഫൈവർ ആണെങ്കിൽ ഫൈവറിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ആകും. ഞാനിപ്പോൾ ഫൈവറിൻ്റെ ഒരു ID ജസ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പെൻസിൽ ബട്ടണിൽ ആഡ് ചെയ്യുക, ആഡ് വെബ്സൈറ്റിൻ്റെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്ലൈ കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ അവർ പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കുകളെല്ലാം ഇവിടെ അവർക്ക് കാണാൻ സാധിക്കും. നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ക്രിയേഷൻ തന്നെയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഈ പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനി എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഫുൾ ടൈം പാർട്ട് ടൈം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, കമ്പനി നെയിം കൊടുക്കുക, ലൊക്കേഷൻ കൊടുക്കുക, നിങ്ങൾ വർക്ക് ചെയ്ത ആ ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കുക, എൻഡ് ചെയ്ത ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഡീറ്റെയിൽ തന്നെ നിങ്ങളിവിടെ കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ കാണുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റിനും നല്ല ലൈക്സും ഷെയർസും അതുപോലെ തന്നെ കമൻ്റ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രൊഫൈൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഇത് ആകെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. എബൌട്ട് പേജിൽ അതുപോലെ തന്നെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിൽ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇതാദ്യമൊന്നും ഞാൻ ചെയ്തിരുന്നില്ല, ഞാനിപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല ഇപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ പോസ്റ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് നല്ല ഒരു വലിയ കമ്പനിയുടെ ഒരു ഓർഡർ എനിക്ക് ലഭിച്ചിരുന്നു. ആനിമേഷൻ വീഡിയോസ് ആയിരുന്നു അത്. ഞാൻ കാരണം ഗ്രാഫിക് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫൈലല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആനിമേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്പനി തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 3 ഓർഡർ എനിക്ക് തന്നിട്ടുണ്ട്. അവർക്ക് ഇനിയും ഏകദേശം ഒരു 8-9 ഓർഡേഴ്സ് വേണം. എല്ലാം വലിയ വലിയ ഓർഡേഴ്സാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരെ ബേസ് ചെയ്തിട്ട് വേറെ കമ്പനീസിൻ്റെ ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പവർഫുള്ളായിട്ട് നല്ല വർക്ക് അല്ലെങ്കിൽ നല്ല റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെയൊന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനെയൊന്നും ആഡ് ചെയ്യാതെ പ്രൊഫഷണൽസിനെ മാത്രം കണക്ട് ചെയ്യുക ഇതിൽ. അപ്പോൾ ഈ പ്രൊഫൈൽ ക്രിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ എങ്ങനെ കൂടുതൽ ഗ്രൂപ്പുകൾ, നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആഡുകൾ നമുക്ക് ഇതിലും ഗ്രൂപ്പുകളിൽ നല്ല പ്രൊഫഷണലി ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എൻ്റെ ബ്ലോഗ് മുഖേന ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിലൂടെ തരുന്നതാണ്. അതിൽ എങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, എന്തൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പിൾ പോർട്ട്ഫോളിയോ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് അവർക്ക് അത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇടയ്ക്ക് വീഡിയോ ആഡെല്ലാം ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് കാരണം ഞാനിവിടെ ലിങ്കൊന്നും ആഡ് ചെയ്തിട്ടില്ല പോർട്ട്ഫോളിയോയുടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എനിക്ക് എല്ലാ ദിവസവും വരാറുണ്ട് ഓരോ കാര്യങ്ങളെയൊക്കെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത 2 ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ആഡ് ആവുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആഡ് ആവുക. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്, എങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അപ്പോൾ എൻ്റെ കൂടെ അഫിലിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 40,000 to 50,000 നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് മുഖേന നിങ്ങളുടെ സർവീസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് മുഖേന ഏൺ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ സർവീസുകൾ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സർവീസും അതിൻ്റെ ആവശ്യക്കാരാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ളത്. ബിസിനസ് കൂടുതൽ ചെയ്യുന്ന ആളുകളും വലിയ വലിയ കമ്പനികൾ നടത്തുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ സർവീസ് എന്തായാലും വേണം. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് എന്താണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ എക്സ്പീരിയൻസും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുക. കാരണം നമ്മുടെ പ്രൊഫൈൽ തീർച്ചയായിട്ടും ആളുകൾ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യും. അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്ക് വർക്കുകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഇപ്പോൾ ഡെയിലി കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ക്ലയൻസിന്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോഴും ജോലിയൊന്നും ഇല്ല അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എൻ്റെ അഫിലിയേറ്റ്സ് ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീണ്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിലൂടെ എൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം തരുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഏതെങ്കിലും ക്ലയൻസിന് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പരസ്യമായിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിൽ എൻ്റെ നമ്പർ ഇടാത്തത് ഒരുപാട് കോൾസ് ഇപ്പോൾ തന്നെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വർക്ക് നടക്കില്ല അധികം കോൾസ് വന്നാൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പബ്ലിക്കായിട്ട് എൻ്റെ നമ്പർ ഇടാത്തത്. അഫിലിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.